ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഓഫീസിലേക്ക് പോണ വഴിയാണ് രാവിലെ തന്നെ. ഇന്ന് രാവിലെ ഈ എന്തോ എന്നും പോണ റോഡാണ്, പക്ഷേ ഈ റോഡ് കണ്ടപ്പോൾ എനിക്ക് എന്തോ വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ്. ഇനി മഴക്കാലം ആയതുകൊണ്ടാണോ അറിയില്ല. അങ്ങനെ പിന്നെ ഓഫീസിലെത്തി കുറച്ച് വർക്കൊക്കെ ചെയ്ത് കൊടുക്കാണ്ടിനി. അപ്പം അതൊക്കെ ചെയ്ത് കൊടുത്ത് ഇന്ന് രാവിലെ തൊട്ടേ വെയ്യായിരുന്നു. അപ്പം അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടേനി. അപ്പം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വേഗം വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കാൻ തുടങ്ങി. പിന്നെ 10 മണി ആയാലും ഇനിയിപ്പം അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ഒരു വിശപ്പ് വരാണ്ട്. അതിന് നിർബന്ധമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾ മൂന്നാൾക്ക് നിർബന്ധമാണ്. ഒന്നില്ലെങ്കിൽ പപ്സ് അല്ലെങ്കിൽ സാൻഡ്വിച്ച്. ഇന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് സാൻഡ്വിച്ചാണ്. അപ്പം അതൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞപ്പം പിന്നെ അത് ദഹിക്കാൻ വേണ്ടി വെള്ളം കുടിക്കണമല്ലോ. വെള്ളം കുടിച്ചില്ലെങ്കിൽ കൊല്ലി തട്ടൂലേ. അപ്പം കുറച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വർക്ക് തുടങ്ങി. അപ്പം ഞാൻ എപ്പം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി വരുന്ന ഒരാളുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് മാറി കൊടുക്കേണ്ടി വരും. ആളാരെന്ന് എപ്പം പറയണില്ല. പിന്നെ കഴിഞ്ഞിട്ട് ഒരു ചിക്കു ജ്യൂസ് വാങ്ങി കുടിച്ചിട്ടുണ്ടേനി. അത് കഴിഞ്ഞ് ഈവനിങ് ഓഫീസ് കഴിഞ്ഞ് നേരെ ബസ്സിൽ തന്നെയാണ് തിരിച്ചു പോണത്. കോഴിക്കോട് ബസ്സിലാണ് കേട്ടോ. കാരണം ചെമ്മാട് ടു കോഴിക്കോട് ബസ്സാണ് എനിക്കുണ്ടാവല്. അപ്പം പറയണ്ടല്ലോ, ഞാൻ ലൈസൻസ് എടുത്തതിൻ്റെ പിന്നിൽ ഇവർക്ക് വലിയൊരു പങ്കുണ്ട്. കാരണം എനിക്ക് ഈ ഡെയിലി ബസ്സിന് പോയി വരുമ്പോഴേ പേടിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ലൈസൻസ് എടുത്തത്. കാരണം ഞാൻ ഉമ്മാനോട് ഇന്ന് രാവിലെ ഇറങ്ങുമ്പോൾ പറയും, എത്തിയിട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങല്. കാരണം അത്രയ്ക്ക് പേടിച്ചിട്ടാണ് വരുന്നത്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഇവർക്കാണ് ബെസ്റ്റ് ഡ്രൈവർക്കുള്ള അവാർഡ് കൊടുക്കേണ്ടത്. ചിലപ്പോൾ തോന്നും ഇവർക്ക് ലൈസൻസ് കട്ട് ചെയ്താൽ മതിയെന്ന് വിചാരിക്കും. അത്ര സ്പീഡാണ്. പിന്നെ ഓരോ പറഞ്ഞിട്ടും കാര്യമില്ല, ഓരോ റൂൾസും കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇപ്പോൾ വന്നിനി കൂട്ടാൻ എനിക്ക് 2 ബസ് മാറി കയറണം. അങ്ങനെ ഇപ്പോൾ വന്ന് കൂട്ടാൻ വീട്ടിലെത്തി എനിക്ക് ആദ്യം തുറന്ന് നോക്കേണ്ട സാധനം ഫ്രിഡ്ജാണ്. അത് തുറന്ന് നോക്കില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്തേലൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് തുറന്നത്. പക്ഷെ ഒന്നുമില്ല, ഇനി ഒടുക്കത്തെ വിശപ്പുണ്ട്. അപ്പം പിന്നെ ഒന്നും നോക്കില്ല. ചിക്കൻ കായം തേച്ചതൊക്കെ ഉണ്ട്, അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് ആയി വരാൻ എത്ര ടൈം എടുക്കും. അപ്പം പിന്നെ നമ്മൾ 2 മിനിറ്റ് കൊണ്ട് ആവാനുള്ളൊരു സംഭവം നമുക്ക് വേണ്ടി ഇറക്കിയനല്ലോ. നമ്മളെ മാഗി തന്നെ, വേറെ അപ്പം എന്താ, അത് ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചു. അപ്പം ഇന്ന് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി നീ.